ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കത്തിരിക്ക കറിയാണ്. വെറൈറ്റി ആയിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. തേങ്ങ വറുത്തരച്ചിട്ടാണ് ഞാനിവിടെ കത്തിരിക്ക കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഞാനിവിടെ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പുളിവെള്ളം, ഒരു 6 അല്ലി ചെറിയ ഉള്ളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ല, കത്തിരിക്കയും ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങയാണ് വേണ്ടത്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ കത്തിരിക്ക നമുക്ക് ആദ്യം വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം. ആ സമയം നമുക്ക് നമ്മുടെ തേങ്ങയെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തേങ്ങ വഴറ്റാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് നമ്മുടെ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറായി കിട്ടും വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. തേങ്ങ വഴറ്റി ആകുമ്പോഴേക്കും നല്ല സ്മെല്ല് വരും. ഇതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ആ തേങ്ങയെ ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ആ പാനിൽ ഉണ്ടായിട്ടുള്ള എണ്ണയിലോട്ട് ഞാൻ നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി നന്നായിട്ട് മൂത്ത് നന്നായിട്ട് ഉടയുന്ന രൂപത്തിൽ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് വേണം നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തക്കാളി ഇപ്പം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും, 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഈ തേങ്ങ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് രണ്ടും മുളക് പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് നമ്മൾ കടുക് ഇട്ടിട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ച കത്തിരിക്കയും അതിലെ വെള്ളവും ഇതിനകത്തേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. വെള്ളത്തോടെയാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം കുറുകാനായിട്ട് നമ്മൾ വെക്കുക. അതിന് ശേഷമാണ് നമ്മുടെ പുളിവെള്ളത്തെ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് കുറുകാനായിട്ട് വെക്കാൻ. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. കുറുകിയതിന് ശേഷം നമ്മൾ പുളിവെള്ളം ഒഴിച്ചെടുക്കുകയാണ്. കണ്ടില്ല, നമ്മുടെ കറി ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്. അപ്പോൾ ഇഷ്ടമായി എന്ന് വെച്ചാൽ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.